പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വിചാരപ്പെടരുത് എന്ന് പല ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. 25-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. 5, 6, 7 അധ്യായങ്ങളിൽ യേശു കർത്താവ് ആ ഗിരിപ്രഭാഷണത്തിൽ 111 വാക്യങ്ങളിലൂടെ അനവധി ആത്മീയ യാഥാർത്ഥ്യങ്ങൾ, സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഇവിടെ പറഞ്ഞ 2-3 പദങ്ങൾ നമ്മുടെ വളരെ ശ്രദ്ധിക്കേണ്ട 2-3 പദങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. അങ്ങനെയെങ്കിൽ വലുത് ഏതാ? ആഹാരമാണോ? ജീവനാണോ? ശരീരമാണോ? ഉടുപ്പാണോ? യേശു കർത്താവ് പറയുന്ന ആശയം നമ്മളൊന്ന് മനസ്സിലാക്കണം. ജീവൻ വലുതാണ്, ആഹാരമല്ല വലുത്. എനിക്ക് ജീവൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ജീവിക്കാനുള്ള ആഹാരം തരാനും എൻ്റെ ദൈവം മതിയായവനാ. ദൈവം എനിക്കൊരു ശരീരം തന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൽ ധരിക്കാനുള്ള ഉടുപ്പ് തരാനും ദൈവം മതിയായവനാ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വിചാരപ്പെടുന്നത് ചില ഇല്ലായ്മകളെ നോക്കിക്കൊണ്ടാണ്. ആഗ്രഹിക്കുന്ന ആഹാരമില്ല, വെള്ളമില്ല. എന്നാൽ യേശു കർത്താവ് പറയുന്ന വാക്ക് മറക്കരുത്, നിനക്ക് ജീവനുണ്ടല്ലോ. നിന്നെക്കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ജീവനെ മടക്കിക്കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. എൻ്റെ ജീവൻ നൽകിയത് യേശുവാ, ആ ദൈവമാ. എൻ്റെ ശ്വാസം തന്നത് ദൈവം തന്ന ശ്വാസമാണ്. എപ്പോൾ ശ്വാസം തിരിച്ചെടുക്കുമോ അന്ന് എൻ്റെ ജീവൻ ഇല്ലാതാകും. ജീവനുള്ള കാലത്തോളം എനിക്ക് വേണ്ടത് തരാൻ എൻ്റെ ദൈവം മതിയായവനാ. രണ്ടാമത്തെ ചിന്ത, എനിക്ക് ശരീരമുള്ള കാലത്തോളം എനിക്ക് വസ്ത്രം തരാൻ ദൈവം മതിയായവനാ. എനിക്കൊരു ശരീരം ദൈവം തന്നിട്ടുണ്ടല്ലോ. ചലിക്കുന്ന ആരോഗ്യമുള്ള ഒരു ശരീരം എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൽ ധരിപ്പാനുള്ളതും കർത്താവ് എനിക്ക് തരും. അല്പം കൂടെ വ്യക്തമാക്കട്ടെ, വലുതിന് പ്രാധാന്യം കൊടുക്കാതെ പലപ്പോഴും നമ്മൾ ചെറുതിനാ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവനാ പ്രാധാന്യം കൊടുക്കേണ്ടത്, എൻ്റെ ശരീരത്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്. യേശു കർത്താവ് പറഞ്ഞു, നിനക്ക് വലുത് ഞാൻ തന്നെങ്കിൽ ചെറുത് തരാനും മതിയായവനാ. നമുക്ക് ദൈവത്തോട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. പലപ്പോഴും വലുത് ദൈവം തന്നപ്പോൾ ചില ചെറുത് ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ വിചാരപ്പെടുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എനിക്ക് വലുത് തന്നെങ്കിൽ അതിൽ ചെറുത് തരാനും എൻ്റെ ദൈവത്തിന് കഴിയും. വലുതിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെറുതിനെ ഓർത്ത് വിചാരപ്പെടേണ്ടി വരത്തില്ല. പലപ്പോഴും നമ്മൾ ചെറിയ കാര്യത്തെ ഓർത്ത് വിചാരപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്, ദൈവം തന്ന വലുത് പലപ്പോഴും നമ്മൾ മറന്നു പോവുക, നമ്മളത് ഓർക്കാറില്ല. എന്നാൽ ചെറിയ നിസ്സാരമായ ചിലത് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഭാരപ്പെടുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ എൻ്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റണം, വലുത് കണ്ട് സ്തോത്രം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. അങ്ങനെയെങ്കിൽ ചെറുതില്ല എന്ന പരാതി അവിടെ അവസാനിക്കും. മാത്രവുമല്ല, വലുതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന വ്യക്തിക്ക് ചെറുത് തരാനും എൻ്റെ ദൈവം മതിയായവനാ. നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കാം, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. അതിന് കർത്താവ് നമുക്കിടയാക്കട്ടെ. ഹാവ് എ ടെൻഷൻ ഫ്രീ ലൈഫ്. ഗോഡ് ബ്ലസ് യു.